ഇന്ന് പുറത്തു വന്ന ഈ വിവരങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം മരണപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ മരിച്ച ശേഷവും വീണ്ടും കൊല്ലാതിരിക്കാനായി സാധിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഇക്കാര്യത്തിന് മുഖ്യമന്ത്രിയും കൂട്ടുനിന്നു എന്നുള്ള ചോദ്യം മാത്രമാണ് ചോദിക്കാനായിട്ടുള്ളത്. മറുഭാഗത്ത് കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ ഒരു നീക്കം കൂടി ഇന്ന് വന്നതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള ടി വി പ്രശാന്തൻ ഒരു പരാതിയുമായി രംഗത്ത് വന്നു. നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണ് കൊണ്ടുവന്നത്. തൻ്റെ കയ്യിൽ നിന്നും 98,500 രൂപ കൈക്കൂലിയായി വാങ്ങിയെന്നാണ് ടി വി പ്രശാന്തൻ പറഞ്ഞത്. അത് കളവാണെന്നുള്ളത് ഇതിനോടകം തന്നെ പല അന്വേഷണങ്ങളിലൂടെയും വ്യക്തമായതാണ്. പക്ഷേ ഈ പരാതി ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ, ഇത് മാധ്യമങ്ങളോട് പറയുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ടി വി പ്രശാന്തൻ അടിയുറച്ചു പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി ചതിക്കില്ല എന്നുള്ള ഉറപ്പ് പ്രശാന്തൻ ഉണ്ടായിരുന്നു. ആ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തു പോകില്ല എന്നും പ്രശാന്തന് വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ പാടെ ചതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി തന്നെ പരാതി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ ടി വി പ്രശാന്തന്റെ പരാതി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് ഓഫീസ് പറയുന്നത്. വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ് ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വിശദീകരണം കിട്ടിയത്. ആദ്യത്തെ തവണയല്ല, ഇതിനു മുൻപും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ട് അത് നൽകാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ലഭിച്ചത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ അപേക്ഷയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകുന്നത്. നേരത്തെയുള്ള അപേക്ഷയിൽ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള മുടന്തൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് അത് നിരസിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റു വഴികളൊക്കെ തന്നെ അടഞ്ഞതോടെ, കൃത്യമായ കാലയളവ് പറഞ്ഞതോടെ ഈ വിവരം പുറത്തുവിടാനായി നിർബന്ധിതരായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പരാതിക്കത്തിലെ ഒപ്പിലുണ്ടായിരുന്ന വ്യത്യാസങ്ങളടക്കം കേരളം ചൂണ്ടിക്കാട്ടിയതാണ്, മനസ്സിലാക്കിയതാണ്. ഒക്ടോബർ 10-നോ അതിനടുത്ത ദിവസങ്ങളിലോ ടി വി പ്രശാന്തൻ എന്ന പേരിൽ ഒരു പരാതിയും അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നുള്ള ആരോപണത്തിൽ അടിയുറച്ചു നിൽക്കുകയായിരുന്നു പ്രശാന്തൻ തുടക്കം മുതൽ ഒടുക്കം വരെ. പണം കൊടുത്തില്ലെങ്കിൽ പമ്പിന് അനുമതി തരാത്ത രീതിയിൽ ആക്കുമെന്ന് നവീൻ ബാബു ഭീഷണിപ്പെടുത്തിയെന്നാണ് പ്രശാന്തൻ പറയുന്നത്. 1 ലക്ഷം രൂപ അതുകൊണ്ട് നവീൻ ബാബു ആവശ്യപ്പെട്ടു. പലയിടത്തു നിന്നായി സംഘടിപ്പിച്ച 98,500 രൂപ കൊടുത്തെന്നും പ്രശാന്തൻ പറഞ്ഞു. ഇക്കാര്യം താൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയോട് പറഞ്ഞു. അതിനുള്ള ഉപഹാരം ദിവ്യ നവീൻ ബാബുവിന് നൽകി. അതിനു മുൻപേ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനായി ദിവ്യ തന്നെ ആവശ്യപ്പെട്ടുവെന്നാണ് പ്രശാന്തൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരാതി പ്രശാന്തൻ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടത് ദിവ്യയാണെന്നും ഈ പരാതി കൊടുത്തുവെന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിവ്യ നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെ ആണെങ്കിൽ ഇതിൽ ദിവ്യയ്ക്കും വ്യക്തമായ അറിവുണ്ട് എന്നുള്ളത് ആർക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പ്രശാന്തന്റെ പരാതിയിലെ തന്നെ ഒപ്പ് വ്യാജമാണെന്നും പ്രശാന്തന്റെ പേരിൽ തന്നെ വൈരുദ്ധ്യമുണ്ടെന്നുമുള്ള വാർത്തകൾ ഇതിന് പിന്നാലെ തന്നെ പുറത്തു വന്നിരുന്നു. ഒരിടത്ത് പ്രശാന്തൻ, മറ്റൊരിടത്ത് പ്രശാന്ത്, ഇങ്ങനെ പല രീതിയിലുള്ള പേരുകളായിരുന്നു ഉയർന്നു കേട്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയെന്ന ആരോപണത്തിൽ നിന്നും പിന്മാറാനായി പ്രശാന്തൻ തയ്യാറായിട്ടില്ല. നവീൻ ബാബു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ 10-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മൊഴിയെടുക്കാനായി വിജിലൻസ് അടക്കം വിളിപ്പിച്ചുവെന്നാണ് പ്രശാന്തൻ പറയുന്നത്. ഈ വാദങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ മറുപടി നൽകിയതോടെ പാടെ പൊളിയുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും കെട്ടിച്ചമച്ച ഒരു നുണ, അതും ഒരാളെ കൊല്ലാക്കൊല ചെയ്തതിന് ശേഷവും പറയാനായി സാധിക്കുന്നത്? അപ്പോൾ അത് അയാൾ മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞതാണെങ്കിൽ അതിന് പിന്നിൽ അയാൾക്ക് നൽകിയിരുന്ന സഹായങ്ങൾ, മറ്റു തരത്തിലുള്ള പിൻബലങ്ങൾ, ഇതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതാണ്. വലിയ തോതിലുള്ള സഹായം അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്, സംരക്ഷിക്കുമെന്ന ഒരു മനസ്ഥിതി അയാൾക്കുണ്ടായതുകൊണ്ടാണല്ലോ വിജിലൻസിനെ അടക്കം കൂട്ടുപിടിച്ച്, എന്തിനേറെ മുഖ്യമന്ത്രിയെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പൊയ്ക്കഥകൾ മെനഞ്ഞെടുത്തത്. കണ്ണൂർ മുൻ ADM മരിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റൊരു ഏജൻസി ഏൽപ്പിക്കണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്.